ബിഗ് ബോസ് അഗ്നിപരീക്ഷ തുടങ്ങാൻ ഇനി ഒരു രാത്രിയും കൂടെ ബാക്കിയുള്ളൂ. പക്ഷേ അതിന് മുന്നേ തന്നെ അഗ്നിപരീക്ഷയിൽ പങ്കെടുക്കാൻ പോകുന്ന കോമണേഴ്സിന്റെ മുഖങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തെളിഞ്ഞു കാണുകയാണ്. അതെ, അവരാണോ ശരിക്കുമുള്ള 40 കോമണേഴ്സ്? അതെ, നാളെ നമ്മൾ കാണാൻ പോകുന്ന 40 മുഖങ്ങൾ അവർ തന്നെയാണോ? ഓൾറെഡി അവരുടെ മുഖങ്ങളൊക്കെ ലീക്ക് ഔട്ട് ആയിരിക്കുകയാണ്. അതാരാണ് ലീക്ക് ആയത്? എന്താണ് സംഭവം? അവർ തന്നെയാണോ ലീക്ക് ആക്കിയത്? അവർക്ക് ഫാൻസും വന്നു കഴിഞ്ഞു. അതെ, ഫാൻസും വന്നു കഴിഞ്ഞു പല ആൾക്കാർക്കും. എന്താണ് സംഭവം? നമ്മുടെ പ്രൊമോയ്ക്കകത്ത് റെനീഷ വരുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയൊരു പ്രൊമോയ്ക്കകത്ത് ഒരു കോമണർ വരുന്നുണ്ട്. ആംബുലൻസ് ഡ്രൈവറായ ഒരു കോമണറാണ്. അപ്പം നമുക്ക് സംസാരിക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സോ നമ്മുടെ ഇന്നലത്തെ പ്രൊമോയ്ക്കകത്ത് നമ്മുടെ ഓൾറെഡി അവരുടെ മുഖങ്ങളുടെ ഇങ്ങനെ ചെറിയ സൈഡൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടിരുന്നു. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം ഇവരുടെ ഫോട്ടോ സഹിതം വരുന്നുണ്ട്. അതെ, ഫോട്ടോ സഹിതം ഏകദേശം എനിക്ക് 10, 20, 30 പേരുടെ ഇങ്ങനെ നമ്പർ 2, നമ്പർ 3 എന്നൊക്കെ പറഞ്ഞൊക്കെയാണ് വരുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ കറക്റ്റ് തന്നെയാണെന്നാണ് തോന്നുന്നത്. അവർ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം കാണുമ്പോൾ നമുക്ക് അത് തന്നെയാണ്. അപ്പം ചില ആൾക്കാരുടെ നമ്മൾ ആ പ്രൊമോ ഒന്ന് ജസ്റ്റ് സൂം ചെയ്ത് ഒന്ന് പോസ് ചെയ്ത് സൂം ചെയ്തൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് ചില ആൾക്കാരെയൊക്കെ കറക്റ്റ് അറിയാൻ പറ്റും. ഈ മുഖങ്ങളോട് കറക്റ്റ് മുടി, നല്ല ചുരുണ്ട മുടിയുള്ള ഒരാൾ, കറക്റ്റായിട്ട് ആ ഫോട്ടോ ഉള്ള ഒരാൾ ഉണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ. സോ ഏകദേശം എനിക്ക് തോന്നുന്നു ഇവരെ ഓൾറെഡി ഇവരുടെ മുഖങ്ങളും ഇവരുടെ ഐഡീസും ഇവരുടെ പേര്, ഇവരുടെ ഡീറ്റെയിൽസ് എല്ലാം ഏകദേശം വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്നു. ഇപ്പോൾ എന്തെന്നാണ് ഉള്ളത്? ഒരു രാത്രിയും കൂടെ അല്ലേ ബാക്കിയുള്ളൂ. ചിലവർക്ക് ഫാൻസ് വരെ ആയിക്കഴിഞ്ഞു. ഇതിനകത്ത് കാണാൻ ഭംഗിയുള്ള ആൾക്കാർക്കൊക്കെ എനിക്കൊന്ന് പെൺകുട്ടികൾ കാണുന്നു, ലുക്ക്, ചേച്ചി ലുക്ക്, ഞാൻ ഫാൻ എന്നൊക്കെ പറഞ്ഞ്, ഞാൻ ചേച്ചിയുടെ ഫാൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ഫാൻസും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ലുക്കാണല്ലോ നമ്മുടെ ഇവിടുത്തെ ഉള്ള ആൾക്കാർ ആദ്യം നോക്കുന്നത്. അത് കഴിഞ്ഞിട്ടല്ലേ പെർഫോമൻസ് വരുന്നത്. ആദ്യം നമ്മൾ വേറെ മുഖം മാത്രമല്ലേ കാണുള്ളൂ. അപ്പം ഓക്കെ, ഇതിനകത്ത് ലുക്കുള്ള ആളുടെ കൂടെ ഞാൻ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെ ഗ്രൂപ്പുകളിനകത്ത് ലുക്കുള്ള ആൾക്കാർക്കൊക്കെ ഫാൻസായി. ഒരാളും ലുക്ക് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വേറെ കുറച്ച് ആൾക്കാർ. ഇതൊക്കെയാണ് ഗ്രൂപ്പുകൾ നടന്ന വാട്സപ്പ് ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞ് നമ്മുടെ ബിഗ് ബോസ് ഉണരാൻ പോകുന്നു. അതെ, ബിഗ് ബോസ് നമ്മൾ നാളെ തൊട്ട് നമ്മളിനി അണയുന്നത് എപ്പോഴായിരിക്കും? ഗ്രാൻഡ് ഫിനാലെ സമയത്തായിരിക്കും അണയാൻ പോകുന്നത്. നമ്മുടെ കൊട്ടിക്കലാശമല്ല നമ്മുടെ എന്താണ് തീപ്പൊരി കൊളുത്തി കഴിഞ്ഞിരിക്കുകയാണ്. നാളെ തൊട്ട് ഉള്ള യാത്ര പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിരിക്കും. ഏകദേശം ഒരു 2 ദിവസം, ഒരു ദിവസം എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയിൽ സെപ്റ്റംബർ 6 തന്നെ ആയിരിക്കും നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 8 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. ആ സമയം വോട്ടിംഗ് ആയിരിക്കും, കോമണേഴ്സിന് വേണ്ടിയിട്ടുള്ള വോട്ടിംഗ് ആയിരിക്കും. അപ്പോൾ എന്തായാലും റെനീഷയുടെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിനകത്ത് റെനീഷ പറയുന്നത് 2 എപ്പിസോഡ്, ആദ്യത്തെ 2 എപ്പിസോഡിനകത്ത് കോമണേഴ്സ് അല്ലെ മത്സരാർത്ഥികൾ തമ്മിലുള്ള ഒരു മത്സരമാണ് കാണുന്നത്. എന്നാൽ 3ാമത്തെ എപ്പിസോഡ് തൊട്ട് കഥ മാറുകയാണെന്നാണ് പറയുന്നത്. ഓക്കെ, അതായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ഈ പ്രൊമോയിൽ കാണിച്ചത്. പിന്നെ അഖിൽ മാരാറിൻ്റെ ഒരു 15 ഓഗസ്റ്റ് തൊട്ട് കാണാം എന്ന് പറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഒരു ലാസ്റ്റ് ഇപ്പോൾ വന്നൊരു പ്രൊമോ എന്ന് പറഞ്ഞാൽ ആംബുലൻസ് ഡ്രൈവ്. ഞാൻ പറയുന്നത് ഇതൊക്കെ നിർത്തി നമുക്ക് ഫേസ് റിവീൽ സ്റ്റാർട്ട് ചെയ്തൂടെ പ്രൊമോസിൽ? ഇനിയിപ്പോൾ ചെറുതായിട്ട് ഫേസ് റിവീൽ തുടങ്ങിക്കൂടെ? കാര്യം ഒരു രാത്രിയും കൂടിയേ ഉള്ളൂ ബാക്കി. നാളെ തുടങ്ങുകയാണ്. നമ്മുടെ ഹിന്ദി ബിഗ് ബോസിൻ്റെ ഒക്കെ ആണെങ്കിൽ സെപ്റ്റംബർ 6 ഓൾറെഡി ഫേസ് റിവീൽ അല്ലെങ്കിലും കണ്ടസ്റ്റൻസിൻ്റെ ഈ കണ്ണ്, സൈഡ് ഇതൊക്കെ കാണിച്ചിട്ടുള്ള പ്രൊമോയൊക്കെ വന്നു മെയിൻ സെലിബ്രിറ്റീസിൻ്റെ. അപ്പം നമുക്കിനി ഒരു ദിവസം ഇല്ല, ഒരു രാത്രിയും കൂടെ ബാക്കിയുള്ളൂ. ഒരു രാത്രി, അടുത്ത രാത്രിയിൽ നമ്മുടെ ബിഗ് ബോസ് അഗ്നിപരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പോഴും നമുക്ക് ഏകദേശം ഒരു റിവീലിംഗ് പ്രൊമോയൊക്കെ വരാം, സമയമായി കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മുടെ ടാസ്കുകളുടെ പ്രൊമോയും വരാം. നാളത്തെ എങ്ങനെയാണ് പ്രീമിയർ ലോഞ്ച്, അതിൻ്റെ പ്രൊമോയും വരേണ്ട സമയമായി. മിക്കവാറും നാളെ ആയിരിക്കും വരുന്നത് കേട്ടോ പ്രീമിയർ ലോഞ്ച്. അതായത് അഗ്നിപരീക്ഷയുടെ ലോഞ്ച് എങ്ങനെയാണെന്നുള്ള പ്രൊമോ വന്നില്ല ഇതുവരെ. ഒന്നുകിൽ ഇപ്പോൾ വരും, കുറച്ച് കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ നാളെ വരും. എന്തായാലും പ്രീമിയർ ലോഞ്ചിൻ്റെ പ്രൊമോ എന്തായിരുന്നാലും ഇനി ഇത് ലാസ്റ്റ് പ്രൊമോ വന്നിരിക്കുന്നത് ഒരു ആംബുലൻസ് ഡ്രൈവറിൻ്റെ പ്രൊമോയാണ്. പുള്ളിക്കാരൻ്റെ ലൈഫ് ആണ്, സ്റ്റോറിയാണ് ഇതിനകത്ത് പറയുന്നത്. ആ അമ്മയെക്കുറിച്ച് വിഷമ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ ലൈഫിൽ, ഈ ലോകത്തുള്ള എല്ലാവരുടെ ലൈഫിലും വിഷമങ്ങളുണ്ട്. അവരെല്ലാവരും വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ബിഗ് ബോസിനകത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഇത്രയും കൊല്ലങ്ങളായിട്ട് ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യം, ഇതൊന്നും മാറ്റർ ചെയ്യില്ല. നമ്മൾ എന്ത് പാവമാണ്, നമ്മൾ എത്രമാത്രം അനുഭവിച്ചിട്ടുണ്ട്, ഇതൊന്നുമല്ല. അവസാനം ഏതെങ്കിലും ഒരു ഫേക്കായിരിക്കും ആ സീസണിലെ രാജാവ്. അല്ലേ? സർവ്വ ഉടായ്പകളും കാണിച്ച് മറ്റുള്ളവരെയൊക്കെ പുറത്ത് നിന്ന് കൊട്ടേഷനും കൊടുത്ത് ഫുൾ നെഗറ്റീവും അടിച്ച് അല്ലേ? പാവങ്ങളൊക്കെ ആദ്യമേ ഔട്ടായി പോവും. സ്വന്തം ജോലിയും നോക്കി ഔട്ടാ. ഞാൻ പറയാം, ഇതൊന്നും അല്ല കാര്യം എന്ന് പറഞ്ഞ് നിങ്ങളൊന്നും ദയവ് ചെയ്തിട്ട് അമ്മാതിരി പണിയൊന്നും കാണിക്കരുത് കയറാൻ പോണ കണ്ടസ്റ്റൻസ്. സത്യമായിട്ട് കാര്യം കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് മക്കളെ. അത് എത്ര കൊല്ലം കഴിഞ്ഞാണെങ്കിലും
നിങ്ങളുടെ തലയുടെ മണ്ടയിൽ വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജയിക്കുകയോ രാജാവാവണം, ഇതൊന്നും രാജാവാവണമെന്നൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്. ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഫെയിം പ്ലാറ്റ്ഫോമാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, അത് ഞാൻ കണ്ടസ്റ്റൻസിനോടാണ് പറയുന്നത്, ആരെയും കാണുന്നുണ്ടെങ്കിൽ. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഫെയിം കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇതിനകത്ത് പൈസ കിട്ടുന്ന പ്ലാറ്റ്ഫോമാണ് ആർക്ക്? ഓൾറെഡി സെലിബ്രിറ്റീസ് ആയ ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഒരു എമൗണ്ടും കിട്ടും, ഇതിൻ്റെ കൂടെ ജയിക്കുന്ന ആൾക്കും എമൗണ്ട് കിട്ടും. എന്നാൽ ബാക്കിയുള്ളവർക്ക് എല്ലാം ഇത് ഫെയിം കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ ഫെയിമും കൊണ്ടാണ് നിങ്ങൾ ഇറങ്ങുന്നത്. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചാനലിനാണ്. മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ചാനലിനാണ് ഉണ്ടെന്ന്, പിന്നെ സോഷ്യൽ മീഡിയയ്ക്കും. അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നത് ഫെയിമാണ്. ഇതിൽ നിന്നുള്ള ആ ഫെയിമും കൊണ്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. നിങ്ങളുടെ കഴിവുകൾ, അത് എന്തിനാണെങ്കിലും, നിങ്ങൾക്ക് കലാപരമായ കഴിവുണ്ടെങ്കിൽ അതിലേക്ക് കയറാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കഴിവുകൾ, ബിസിനസ് ആണെങ്കിലും. പക്ഷെ ആരെയും ചതിച്ചോ, കൂടെ ഉള്ളവരെ വിഷമിപ്പിച്ചിട്ടോ, കൂടെ ഉള്ളവരെ തകർത്തിട്ടോ, കൂടെ ഉള്ളവരെ കരിവാരി തേച്ചിട്ടോ, നിങ്ങൾക്ക് അപ്പോൾ നിങ്ങളുടെ കൂടെ കുറേ ആൾക്കാരുണ്ടാവും, ഇഷ്ടം പോലെ പീക്കിരി ഫാൻസുകളുണ്ടാവും. ഇങ്ങനെ പന്തവും കൊളുത്തി കുറേ എണ്ണം ഉണ്ടാവും. അയ്യോ നമ്മുടെ ആളെ പറഞ്ഞാൽ കൊന്നുകളയും, സുട്ടുകളയും എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ കുറേ ടീംസ് ഉണ്ടാവും. അത് കണ്ടിട്ട് നിങ്ങളങ്ങ് ഇളകി മറിയും. ഇളകരുത്, അത് വെറുതെയാണ്, അതൊരു ഗിമിക്കാണ്. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങളെ കൈ ഒഴിഞ്ഞിട്ട് ഇവർ തന്നെ നിങ്ങളെ കുറ്റം പറയും. മനസ്സിലായില്ലേ? സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ, ഇത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫെയിമിനെ, നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഫാൻസിനെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. നിങ്ങൾ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കൂ. നിങ്ങളുടെ കഴിവ് തെളിയിക്കൂ. നിങ്ങൾ കലാപരമായിട്ട് മുന്നേറാൻ നോക്കൂ. നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൂ. ആരെയും ചതിക്കാതിരിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആരെയും വേദനിപ്പിക്കാതിരിക്കുക. മനസ്സിലായോ? PR ഒക്കെ എല്ലാവരും PR എന്ന സംഭവം ഇനി ഇല്ലാതെ കൊടുക്കും. പക്ഷേ ഒരിക്കലും നെഗറ്റീവ് PR കൊടുക്കാതിരിക്കുക. അതിൽ പരം ഒരു വൃത്തികെട്ട പണി വേറെ ഒന്നും ബാക്കിയില്ല. കാര്യം മറ്റ് കണ്ടസ്റ്റൻസിനെ താറടിക്കുക, വ്യക്തിഹത്യ ചെയ്യുക, ചീത്ത വിളിക്കാൻ ഏൽപ്പിക്കുക, കുടുംബത്തിനെ ചീത്ത വിളിക്കാൻ ഏൽപ്പിക്കുക, ലാലേട്ടനെ ചീത്ത വിളിക്കുക, അങ്ങനെ അതിനകത്തുള്ള എല്ലാവരെയും ചീത്ത വിളിപ്പിക്കാൻ ഏൽപ്പിക്കുക. ഇമാതിരി പരിപാടികൾ ഇനിയും കാണിക്കുകയാണെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ഈ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇത് കിട്ടിക്കോളൂ. അത്രേ പറയാനുള്ളൂ, വേറെ എന്തെന്ന് പറയാൻ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അത് ഇപ്പോഴും ഞാൻ പറയാണ്. കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ. അതെ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതാണ്. കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതൊരിക്കലും ഒരിടത്തും നമ്മളെ വിട്ടിട്ട് പോവില്ല. നമ്മൾ ചെയ്യുന്ന സംഭവം നമുക്ക് തന്നെ ഇങ്ങനെ തിരിച്ചു വരും. ഓക്കെ, അപ്പോൾ എന്തായാലും അഖിലിൻ്റെ ഒരു പ്രൊമോ വന്നായിരുന്നു. ഇത്രയേ ഉള്ളൂ. പിന്നെ പേരുകൾ ഞാൻ പറഞ്ഞില്ല, പേരുകളൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പേരുകളെല്ലാം ഓൾറെഡി സെറ്റാണ് നമ്മുടെ കോമണേഴ്സിൻ്റെ. ഈവൻ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഫാൻസ് ഗ്രൂപ്പ് വരെ തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള കോമണേഴ്സിനെയൊക്കെ നമുക്ക് നാളെ കാണാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ എന്തിൻ്റെ ലോഞ്ച് പ്രൊമോ വരും, ആ പ്രൊമോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.